സ്വാഗതം. എന്താടോ മിണ്ടാത്ത? താൻ പറയടോ, ബാക്കി താൻ പറയുമെന്ന് ഓർത്തിട്ടല്ലേടാ ഞാൻ സ്വാഗതം പറഞ്ഞേ. ഓഹോ, ഇപ്പൊ അങ്ങനെയായി കേട്ടോ. വീഡിയോയുടെ സ്വാഗതം പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോ, ഞാൻ പറയത്തില്ല അത്. അപ്പൊ പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കണ്ടിന്യൂഷൻ അവള് പറയുമായിരിക്കും ഇത്. എടാ, ഇന്നത്തെ വീഡിയോ തന്റെ വീഡിയോയാടോ. അപ്പൊ താൻ എന്നോടോ സംസാരിക്കാൻ. ഇന്ന് ഞാൻ വന്നതിന്റെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. കേട്ടില്ല. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞു. അതായത് ശ്രീകുട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആതിര കൂടെ ഉണ്ടായിരുന്നു. പപ്പായും അമ്മയും വന്നപ്പോഴാണേലും ശ്രീകുട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അവനൊരു ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൊച്ചു വന്നപ്പോൾ മാത്രം കൊച്ചു തന്നെയാണ് വന്നത്. അണ്ടർ 18 ആയതുകൊണ്ട് അതിൻ്റേതായ കോംപ്ലിക്കേഷനൊക്കെ എമിഗ്രേഷനിൽ ചോദിക്കും. അപ്പോൾ അങ്ങനെ കൊച്ചെന്നാലും അതൊക്കെ തരണം ചെയ്ത് ഇവിടെ വരെ വന്നു. അപ്പം അതിനകത്ത് കുറച്ച് ഫണ്ണി മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാൽ നിങ്ങളിലേക്ക് അതും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പതുക്കനെ ഒരു എക്സ്പീരിയൻസ്ഡ് വീഡിയോ, അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിതിമോളുടെ വീഡിയോയാണ്. നിതിമോളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്, അല്ലേടോ? അതെ അതെ. പിന്നെ ഉണ്ടല്ലോ, വീഡിയോ എടുക്കുന്നതിന് മുമ്പേ, അതായത് ഇൻട്രോ എടുക്കാൻ വരുന്നതിന് മുമ്പേ കൊച്ചിനൊരു 2 വഴക്ക് കിട്ടി. അതാണ് ഈ മ്ലാനത മുഖത്ത്. എന്തിനാണോ കിട്ടിയത്? ട്രൈപോഡും മറന്നുപോയി. നമ്മളൊരു പണി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സും കൊണ്ട് പോണോ? പോണം. ഒരു മേസ്തിരി പണിയാൻ വന്നിട്ട് അയ്യോ ഞാൻ എൻ്റെ കഴുക്കോലും മറ്റേ കറണ്ടി എടുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? നമ്മൾ പുതിയത് മേടിച്ചെടുക്കും. പുതിയത് മേടിച്ചൊന്നും കൊടുക്കത്തില്ല. നമ്മൾ പറയും മക്കള് വിട്ടോളാൻ പറയും, അല്ലേ? അതുപോലാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്യുപ്മെന്റ്സ് വേണം. ചേട്ടായി വന്നപ്പോഴും കൊണ്ടുവന്നില്ല, അവരും കിട്ടിയായിരുന്നു വയറ് നിറച്ച്. ഇനി വേണം, അത് കിട്ടിയിട്ടില്ല. അതെ, ഇടയ്ക്കൊരു അബദ്ധം കാണിച്ചാൽ ഞാൻ പിന്നെയും വഴക്കുണ്ടാക്കി, പിന്നെയും കട്ടാക്കട്ട വന്നു. അപ്പം സെൽഫി സ്റ്റിക്കും ട്രൈപോഡും ഒന്നും ഇല്ലാണ്ടാണ് ആള് വന്നേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ വേദനിക്കത്തില്ലേ. അപ്പം അതുകൊണ്ട് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ പലഹാരപാത്രവും ചോറും പാത്രവും കറിപ്പാത്രവും ഒക്കെ പറക്കി ഞങ്ങൾ തന്നെ ഒരു ട്രൈപോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അല്ലേ? നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോവാം. എടോ, തന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ പോന്ന് കഴിഞ്ഞ് വണ്ടി കയറിയപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് ഛർദിച്ചു. അതാണ് ഭയങ്കര, അതുകൊണ്ട് ലാൻഡ് ചെയ്തപ്പോഴും ഛർദിച്ചത്. അല്ല, ഞാൻ ഛർദിക്കുകയല്ലായിരുന്നു. വണ്ടി ആദ്യം രാവിലെ വീട്ടിൽ നിന്ന് കയറിയപ്പോ ഞാൻ ഫസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ട് കയറിയിരുന്നു. വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന ഛർദിക്കായിരുന്നൊക്കെ ഓർത്തിട്ട് കഴിഞ്ഞാണ് അമ്മേനെയൊക്കെ വിളിക്കാൻ വന്നപ്പോ അങ്ങനെയായിരുന്നുകൊണ്ട് ഞാൻ ഛർദിക്കായിരുന്നോട്ട് അവിടെ കയറി ഇരുന്നിട്ട്. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ വാൾ വെച്ച്. രാവിലെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ കഴിക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് നേരത്തെ കാലത്ത് എണ്ണീക്കണം എന്ന്. നേരത്തെ എണ്ണീറ്റു. ഞാൻ പോരാനുള്ള തീർത്തിക്ക് നേരത്തെ എണ്ണീറ്റു. പക്ഷെ എന്തോ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയും വെളുപ്പിനെ അല്ലേ, കഴിക്കത്തില്ലല്ലോ. ഞാൻ 8:30 ആകുമ്പോഴല്ലേ ഇന്ന് കഴിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു മറ്റേ വാഗമൺ അടുക്കാറായപ്പോ ഫസ്റ്റ് വാള് വെച്ചു. അത് കഴിഞ്ഞ് മൊത്തം വാള് വെപ്പോ. എന്നിട്ട് നമ്മള് സബ്സ്ക്രൈബേഴ്സിന്റെ വീട്ടിൽ അവിടെ പോയില്ലേ, അവിടെ അങ്കിളിന്റെ ആന്റിയുടെ ഒക്കെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കയറിയപ്പോഴാണ് പിന്നെ ഛർദി കുറഞ്ഞ് ഇച്ചിരി നേരം റിലാക്സ് ഒക്കെ ആയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പിന്നെയും പോന്നപ്പോ അവിടുന്ന് പിന്നെ ഇരിക്കണമായിരുന്നു 1 മണിക്കൂറോ 3/4 മണിക്കൂറിനാണ്. അപ്പൊ പിന്നെയും ഛർദിച്ചു രാത്രിയില്. അവിടുന്ന് അവര് പറഞ്ഞ വിട്ട് ഛർദിക്കൊന്നും ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ വിട്ട് അവിടെ പിന്നെയും ഛർദിച്ചു. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇവിടെ എന്നാണ്ട് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഒരുമാതിരിയായിരുന്നു. കുറെ നേരം കഴിയൂല. ഞങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഞങ്ങൾക്ക് വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഛർദിക്കില്ല. കൊറേ നേരം കഴിയുമ്പോഴാ ഛർദിച്ച് എന്നായാലും ഒരു ദിവസം കഴിയാതെ ഓക്കെ ആകത്തില്ല എല്ലാരും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കൊറേ സെന്റിമെന്റൽ ഡയലോഗ് ഒക്കെ അടിച്ചപ്പോഴത്തേക്കും എന്നെ പറ്റി സെന്റിമെന്റൽ ഡയലോഗ് ഒക്കെ അടിച്ച് എന്നെ ഇമോഷണലാക്കി കണ്ണൊക്കെ നിറഞ്ഞു വന്നു. വപ്പാന്റെ മുഖം കണ്ടപ്പോഴാണ്. പേടിയുണ്ടായിരുന്നോ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറാൻ? ഇല്ല, കേറാൻ പേടിയൊന്നും ഇല്ലായിരുന്നു. എല്ലാരും പോയി വരുന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നും വരികയല്ലെന്ന് അറിയാമല്ലോ. പിന്നെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്നൊന്നും ഇതില്ലായിരുന്നല്ലോ. എക്സൈറ്റഡ് ആയിരുന്നു. ഞാനിങ്ങനെ
പയ്യെ ഞാൻ ഇനിയിപ്പം ഞാൻ എവിടെയെല്ലാം പഠിച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള വെളിയിലോട്ടൊക്കെ പോവുള്ളൂ, ഇതുപോലെ കയറാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അന്നേരം ഇപ്പൊ എന്നാലും പെട്ടെന്ന് കയറാൻ പറ്റില്ല. അല്ല ഞാനാണേലും വിചാരിച്ചപ്പം അവരെല്ലാരും വന്നപ്പോ മാളുക്കുട്ടിക്ക് പഠിത്തമായിരുന്നു, ക്ലാസ് കളഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ മാളുക്കുട്ടിയുടെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനൊക്കെ എന്ന് വെച്ചാൽ 10 days 15 days ഒക്കെ ഇതേ ഉള്ളൂ അല്ലേ. അപ്പം അങ്ങനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഓർത്തപ്പോ എന്നാ ഇപ്പൊ കൊണ്ടുവരുവാണെങ്കിൽ ഒക്കെ +2ന്റെ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ വേണ്ട ഒരു സമയമാണ്. കാരണം അപ്ലിക്കേഷൻ കൊടുക്കാനും പലയിടത്ത് അലോട്ട്മെന്റിനായിട്ട് അഡ്മിഷനായിട്ടും ഒക്കെ നമ്മൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നാട്ടിലില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്തു ഇപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു സൂപ്പർ ടൈം എന്ന് പറയുന്നത്. കാരണം നമുക്ക് പറ്റുമൊക്കെ വന്ന് 1 മാസം നിൽക്കാനായിട്ടുള്ളൊരു സമയമുണ്ട്, എവിടെയെങ്കിലും പോണേ പറ്റും അങ്ങനെ. അപ്പം ഞാൻ അങ്ങനെ ഒന്നും നോക്കാതെ വിസയും ടിക്കറ്റും എടുത്തു. അപ്പോൾ അണ്ടർ 18 ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. പിള്ളേരെയൊക്കെ വിടുന്നവർക്ക് അണ്ടർ 18 ആകുന്ന പിള്ളേർക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് വരുമ്പം കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് അമ്മയുടെ അച്ഛൻ്റെ കൂടത്തി വേണം, ആരുടെയും കൂടത്തി വേണം വരാനുണ്ട്. അപ്പോൾ അത് നമ്മൾ വിസ എടുക്കുമ്പോൾ വിസ നമ്മുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ അമ്മമാരുടെ പാസ്പോർട്ടിൽ നമ്മുടെ അമ്മമാരുടെ പേരാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അറ്റാച്ച് ചെയ്ത് അവർക്കും കൂടെ ഒരു വിസ എടുത്തിട്ട് അതിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എടുത്ത് വന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലൈ ചെയ്യാനായിട്ട് പേടിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ താനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഞാനിവിടെ കാണുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. എന്നാന്നറിയാമോ, ഞാൻ അവിടുന്ന് ഇത് കയറി എല്ലാം എന്റെ എമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ വന്നിരുന്നപ്പോ ഒരാളെന്നെ വിളിച്ചു വന്നിരുന്നോന്നൊക്കെ അറിയാനായിട്ട്. വന്നിരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ ഞാൻ ഉറങ്ങാൻ പോവാ, ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞു. ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ചങ്കി കത്തി. എന്നാന്നറിയോ, ഉറങ്ങിയാ പിന്നെ 7-8 മണിക്കൂർ കഴിഞ്ഞാ എഴുന്നേക്ക. അപ്പൊ വരുവോ ഇല്ലെന്നാ, അതോ ഉറങ്ങിപ്പോയാലോ. എന്നായാലും ഞാൻ വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കയറിയപ്പോ തൊട്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞ വീഡിയോ കോൾ വിളിച്ച് ഫോൺ അവിടെ വെച്ചാല് കുഴപ്പമില്ല. ടിക്കറ്റിന്റെ വിസയുടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചേട്ടായി കൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിച്ചത്, അതാകുമ്പോൾ എനിക്ക് പോകുന്ന അങ്ങനെ അറിയാൻ പറ്റൂല, അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തും ചെന്നിട്ട് ഒരു ചിരി അങ്ങ് പ്രസന്റ് ആകും. അപ്പോഴേ അവർക്ക് മനസ്സിലാകും അറിയത്തില്ല ഇത് ആദ്യമാണ്. അപ്പൊ അവര് ചോദിക്കും ആദ്യമാണോ? അതെ. എവിടെ പോവാ? ദുബായി പോവാ. എവിടെ? അവിടെ ആരാ ഉള്ളേ? എന്റെ ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്യുന്നേ. ഞാൻ അത് കേൾക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുവേ. എന്നിട്ട് അവര് പിന്നെ അറിയത്തില്ല ട്രോളി എന്താ തള്ളി ആരാണ്ട് പോയി ഇടിച്ചു കേട്ടോ. ആരാണ്ട് പോയി ഇടിച്ചല്ല, അതെന്താന്നറിയോ, നമ്മളുടെ ഫസ്റ്റത്തെ സെക്യൂരിറ്റി ചെക്കപ്പ് ഇല്ലേ, അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴല്ലേ മറ്റേ ബോർഡിംഗ് പാസ് എടുത്തിരുന്ന സംഭവം. അവിടെ ചെന്നപ്പോ ഇങ്ങനെ കമ്പിക്കകത്തോട്ട് ഇങ്ങനെ ഈ സംഭവം ഓടിക്കാം. എനിക്കപ്പോ ഈ ട്രോളി ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരക്കുമ്പോ അത് അങ്ങോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ ഓടിച്ചോടിച്ച് പോയപ്പോ ആ കമ്പി രണ്ടെണ്ണം ഇങ്ങനെ നിന്നത് ഞാനിത് ഇങ്ങനെയാക്കി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി അറിയത്തില്ല എന്നുള്ളത്. പിന്നെ ഏതോ ഒരു ചേച്ചി സഹായിച്ചു കേട്ടോ. അപ്പം ട്രോളിയൊക്കെ തള്ളി അവിടെ ടിക്കറ്റ് കാണിക്കുന്നിടത്തൊക്കെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ സ്വന്തം ഇതല്ലോ ബാഗ് അല്ലേ ഉള്ളൂ, അത് തോളയിട്ടുകൊണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് എന്നെ അപ്പുറത്തുനിന്ന് 2 സാറന്മാർ വിളിച്ചു, ഇനി വരാൻ പറഞ്ഞു. എന്നോട് എവിടെ പോവാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കൊച്ചുപിള്ളേരോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് എല്ലാം ചെയ്തു തന്നു. അപ്പൊ പോയിട്ട് വാ, പേടിക്കാനൊന്നും ഇല്ലെന്നൊക്കെ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കേട്ടു കേട്ടോ, അവിടെ ചോദിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാന്നേ. ഇല്ല, ഏട്ടാ എന്നോട് പറഞ്ഞായിരുന്നു. ചേട്ടാ എന്നെ പോരുന്നതിനിപ്പുറം എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം എന്നാ പറയോ, എന്നെ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് എയർപോർട്ട് മൊത്തത്തിൽ വരച്ചിട്ട് മൊത്തം പറഞ്ഞു തന്നായിരുന്നു. ചേട്ടായി വന്നിട്ട് അറിയാവുന്നുണ്ട്. അന്നേരം എനിക്ക് ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് വഴി കാണിച്ചു തരുമ്പോ അങ്ങ് പോയാൽ മതിയില്ല, അവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. എന്നിട്ട് പതുക്കനെ അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പതുക്കനെ അവിടെ നിന്ന് ഒരു ചേച്ചിനെ കിട്ടി അല്ലേ? അവിടെ നിന്ന് ഫാമിലിയെ കിട്ടി. അവര് ന്യൂസിലാൻഡിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചി പോയിട്ടില്ലായിരുന്നു, ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ അറിയായിരുന്നു. പിന്നെ ആ ചേട്ടനാണ് എവിടെ ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടൊക്കെ പോയി. അങ്ങനെ പിന്നെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, വീഡിയോക്കകത്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ഗേറ്റിന്റെ അവിടെ ഇരുന്ന് കുറച്ചേരം ഇരുന്ന് ഞാൻ ഛർദ്ദിച്ചുകൊണ്ട് വയറ്റിലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അമ്മ എനിക്ക് കാറിന്ന് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് എവിടെയാ നമ്മളെ എയർപോർട്ടിന്റെ തൊട്ടിപ്പുറം ഒരു സ്ഥലമില്ലേ, അവിടെ വെച്ച് എനിക്ക് ബ്രെഡ് റോസ്റ്റും പിന്നെ ഞാൻ ഏത്തക്കാബോളിയും ജ്യൂസും വെള്ളം എല്ലാം മേടിച്ച് ബാഗിൻ്റെ അകത്താക്കി തന്നു വിട്ടായിരുന്നു.
അതെല്ലാം അവിടെ ഇരുന്ന് കഴിച്ചു. ചേച്ചീനെ 2-3 തവണ വിളിച്ചു. പപ്പാനെയും അമ്മേനെയും വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരുന്നെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ചേട്ടനും ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു അവര് വന്നിട്ട് പറയോടെ ഇത്ര നമ്പർ തൊട്ട് ഇത്ര നമ്പർ വരെ വരാൻ പറയും, അപ്പൊ അത് നോക്കിയിട്ട് കൊച്ചു കയറിപ്പോയാൽ മതി, പേടിക്കാനൊന്നുമില്ല, പോയിട്ട് വരാനൊക്കെ പറഞ്ഞു. അവര് അപ്പുറത്ത് പോയി. അവരുടെ ഫസ്റ്റ് വന്നു അവരുടെ ഫ്ലൈറ്റ്. എൻ്റെ അത് ഡിലേ അല്ലായിരുന്നു, എൻ്റെ 1 മണിക്കൂറും കൂടെ ഡിലേ ആയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അവര് വന്ന് ഞാൻ അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോ തൊട്ട് ഇപ്പുറത്തെ ചേച്ചിയായിട്ട് കമ്പനിയായി. ആ ചേച്ചിയും ഇങ്ങോട്ടുള്ളതായിരുന്നു. ഇവിടെ എവിടെ താമസിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോ ഒറ്റയ്ക്കൊക്കെ വരുമ്പോ നമ്മളെ സഹായിക്കാനൊക്കെ ആൾക്കാർ കാണും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങരുത്, മനസ്സിലായോ? അവർ സഹായിക്കും, അല്ലെ നമ്മളിപ്പോ അറിയത്തില്ലാത്ത ഒരാളെ സഹായിക്കും, അതൊക്കെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ഞാൻ നാട്ടിലോട്ട് പോകുന്നപ്പോൾ 2 ചേട്ടന്മാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ സിസ്റ്ററാണ് ആദ്യമായിട്ട് വന്നിട്ട് പോകുന്നതാ, അവളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തല്ലേ ഇത് തന്നെയാന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ചോദിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ആര് തന്നാലും ഒരു മുട്ടായി പോലും മേടിക്കരുത്. അത് കമന്റ് ഞാൻ ഇപ്പൊ പോരുവെന്ന് പറഞ്ഞപ്പോ തന്നെ കുറെ പേര് കമന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അറിയാലോ, പിന്നെ പപ്പായും അമ്മ എന്നെ പോരുന്നതിന്റെ ഒരാഴ്ച മുന്നേ തൊട്ടേ എല്ലാം പറഞ്ഞ് ക്ലാസ് എടുപ്പായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി ഒന്നൊന്നും മാത്രം എനിക്കൊരു ഇതുള്ളായിരുന്നു. പിന്നെ ട്രോളി അങ്ങ് എടുത്ത് പോയി കഴിഞ്ഞപ്പോ കുഴപ്പമില്ലായിരുന്നു, വണ്ടി അവരെടുത്തോണ്ട് പോയല്ലോ, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ വന്നിരുന്ന ആ ചേച്ചിയായിട്ട് കമ്പനി. അപ്പൊ ചേച്ചി ഇങ്ങോട്ടുള്ള ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം, പേടിക്കാനൊന്നുമില്ല. അപ്പൊ ചേച്ചി 33, ഞാൻ 30 ആയിരുന്നു മറ്റേ ബോർഡിംഗ് പാസിന്. അപ്പൊ ചേച്ചി പുറകിലായിരുന്നു, ഞാൻ പുറകിലായിരുന്നു. പുറകിൽ നിന്ന് 3ാമത്തെ സീറ്റായിരുന്നു. അവിടെ പോയി ഇരുന്ന് പിന്നെ കേറുന്നിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോ കുറച്ചേരം നിന്നു കേറിയപ്പോ എല്ലാവരും അങ്ങനെ നോക്കി പോയി. അപ്പൊ ആ ചേച്ചിയുടെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു നീ തന്നെയല്ലേ വരുമ്പോ നീ തന്നെ സീറ്റൊക്കെ നമ്പറൊക്കെ കണ്ടുപിടിക്കണ്ടേ, അതുകൊണ്ട് ഈ തവണ ഞാൻ കാണിച്ചു അടുത്ത തവണ തൊട്ട് തന്നെ ചെയ്യണത്. അങ്ങനെ ആണെങ്കിൽ കാണിച്ചു. അപ്പൊ ഇരുന്ന് വിൻഡോ സീറ്റ് ഇരുന്ന്. എന്നിട്ട് ആദ്യം ഞാൻ കേറിയതേ ഫ്ലൈറ്റിന്റെ കൊല്ല ഇല്ല, പുറത്തോട്ടാ നോക്കി, അവിടെ നിന്ന് എന്നെ കാണാൻ പറ്റില്ല. അതിന്റെ ചേട്ടാ എപ്പോഴും വരുമ്പോ പുറത്തോട്ടുള്ള വീഡിയോ എടുക്കില്ല, അപ്പൊ നല്ല ഭംഗിയല്ലേ. അപ്പൊ ഞാൻ അതിന്റെ കയറിയിട്ട് നേരെ പുറത്തോട്ടൊക്കെ നോക്കി. അപ്പൊ ഇരുട്ടായില്ലേ, ഭയങ്കര വെട്ടം, ഓരോരോരോ കുഞ്ഞു വെട്ടം, നല്ല രസമാണ് കാണാനായി. അത് കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റിനകത്ത് വെട്ടം ഇട്ടതിനെക്കാട്ടിലും ലൈറ്റ് ഓഫ് ആക്കിയ ഫ്ലൈറ്റ് അതിനകം കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതൊക്കെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്തു, നല്ലായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ പറയുമല്ലോ നമ്മള് സീറ്റ് ബെൽറ്റ് ഇടണം, മണ്ടേന്റെ മറ്റേ ഇതുണ്ട്, എന്തുവാ ശ്വാസം എടുക്കുന്നതിന് ഓക്സിജന്റെ ഇതൊക്കെ ഉണ്ട് എന്നല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറയും അല്ലേ? ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറയും. ഈ 2 ഭാഷ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. ഈ 2 ഭാഷയും അല്ല, ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവും, ഹിന്ദി അറിഞ്ഞോളൂ. ഹിന്ദി പറയാൻ അറിയത്തില്ല, എഴുതാനൊക്കെ അറിയാം. നീ പറയാൻ പഠിക്കണം. ഞാൻ പറയാൻ പഠിക്കണം. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് സംസാരിച്ച് ഹിന്ദിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? കുറച്ചും കൂടെ ഒക്കെ പഠിക്കണം. അല്ല, നമ്മൾ തന്നെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഇതുപോലെ ഹിന്ദിയൊക്കെ സംസാരിക്കുന്നിടത്ത്, തെലുങ്ക് സംസാരിക്കുന്നിടത്തൊക്കെ പോയി നിന്നാലല്ലേ നമ്മളിങ്ങനെ നമുക്ക് അറിയത്തില്ലാത്ത ഭാഷയല്ലേ. എന്നാലും നമുക്കിപ്പോ ചോറ് വേണം അല്ല അരി വേണമെങ്കിൽ നമ്മൾ പോയി അവിടെ ഹിന്ദിയിൽ അത് പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുക. അതാണ് അതൊക്കെ തന്നെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പഠിക്കും കേട്ടോ. ഞാനാണേലും കേരളത്തിൽ നിന്നിടത്തോളം കാലം ഹിന്ദിയില് ഇപ്പം നമ്മള് 100 മാർക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഇല്ലായിരുന്നു. നമ്മള് ഭയങ്കര ഷൈ ആയിരുന്നു, നമ്മൾ പറയുന്ന തെറ്റിപ്പോവോ എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പൂനെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ നമ്മളെക്കാട്ടിലും ഒരു നമ്മുടെ ഡിഗ്രീനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാതെ ആൾക്കാര് അങ്ങനെ നമ്മളെ എന്തൊക്കെയോ പറയുന്നു. നമ്മളെന്തായാലും ഇപ്പൊ പറയുമ്പോ അവർക്കറിയാം നമുക്ക് ഹിന്ദി അറിയത്തില്ല എന്നറിയാം. അപ്പൊ അവരെന്നാ ചെയ്യും, കൂടുതൽ നമ്മളെ കളിയാക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവർ നമ്മളെ പറ്റിയാണല്ലോ പറയുന്നതെന്ന്. അപ്പോഴാണ് നമ്മളെന്നാ ചെയ്തു, ഓക്കെ ഇതിനൊക്കെ മറുപടി നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹിന്ദി പഠിച്ചു. ഹിന്ദി പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് അതിപ്പോ നമ്മൾ മലയാളം പറയുന്ന പോലെ ആയി, മനസ്സിലായോ? അങ്ങനായി. അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊരു നാട്ടിൽ ചെന്നാൽ, അതുപോലെ തന്നെ കർണാടകയിൽ ചെന്നപ്പോഴാണേലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മള് അവിടുത്തെ പിള്ളേരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ്
കന്നഡ പഠിക്കാൻ തുടങ്ങിയത്. അവിടുത്തെ മൂവി കാണാൻ തുടങ്ങി, സിനിമ കണ്ടാൽ മതി, അങ്ങനെയൊക്കെയാണ് നമ്മളിത് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ താനാണെങ്കിലും ഇനി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ ലാംഗ്വേജ് ഏതാണോ അത് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ സംസാരിച്ച് ഷൈ ആയിട്ട് നിൽക്കാതെ എന്തെങ്കിലും വേണമെങ്കിൽ അത് സംസാരിക്കണം, അപ്പൊ കിട്ടും. അന്നേരം പഠിക്കും. ഒരു ലാംഗ്വേജ് ഒരു വട്ടം പഠിച്ചാൽ മറന്നു പോകത്തില്ല. നമ്മളത് സംസാരിച്ചോണ്ടിരിക്കുമല്ലേ, നമ്മൾ മറന്നു പോകത്തില്ല. എന്നിട്ട് കിടന്ന് ഉറങ്ങിയോ? എന്നിട്ട് ഉറങ്ങിയില്ല. ഈ ഇവിടെ എന്റെ സീറ്റിന്റെ ഫ്രണ്ടിൽ ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കാം. ആ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്നത് ഒരു ഉമ്മായായിട്ട് കമ്പനിയായി. അതിന്റെ തൊട്ടപ്പുറത്തിരുന്ന ചേച്ചിയായിട്ട് കമ്പനിയായി. ആ ചേച്ചിയുടെ ഞങ്ങൾ 3 പേരോട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ ചേച്ചിയുടെ ഇപ്പൊ ഞാൻ ഫോട്ടോ അത് കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയെ കണ്ടില്ല. എന്നാന്നോ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഛർദിക്കാൻ വന്നോണ്ട് ഞാൻ നേരെ വാഷ്റൂമിൽ ഓടിയില്ലേ. അപ്പൊ ആ ചേച്ചി പോയി മെട്രോയ്ക്ക് കയറി, ഞാൻ കണ്ടില്ല. താഴെ വന്നപ്പോ മിന്നായം പോലെ കണ്ടായിരുന്നു, പക്ഷെ ആ ചേച്ചി പോയി. അത് എന്റെ പെട്ടി നോക്കി നിൽക്കുന്നൊക്കെയായിരുന്നു സെറ്റപ്പ്. ഞാൻ അവിടെ കുറച്ചു നേരം ഇപ്പൊ തണുക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് എനിക്ക് തണുക്കാൻ തുടങ്ങി. പിന്നെ ഹുഡി എടുത്തിട്ടു, തൊപ്പി എടുത്ത് വെച്ചു. ചെവി ഇങ്ങനെ അടയുന്ന പോലെ തോന്നും, ഭയങ്കരമായിട്ട് ചെവി അടയുന്ന പോലെ തോന്നും. പിന്നെ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തല ഇങ്ങനെ തോന്നും. അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ചിട്ടാണ് ആദ്യം ഇരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പം കണ്ണടച്ചിരിക്കാനാണ് ഞാൻ ഈ ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. ഇത് പൊങ്ങുന്ന അല്ല, പൊങ്ങുന്ന താഴത്തൊക്കെ കണ്ടു. അത് കഴിഞ്ഞാ കണ്ണടച്ചിരുന്നേ. പൊങ്ങുന്നൊക്കെ കണ്ടു. പൊങ്ങിയപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പൊങ്ങുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ചിരുന്നു. പിന്നെ ഉറക്കം വരുന്നുണ്ട്, ഭയങ്കര ക്ഷീണമല്ലായിരുന്നു വണ്ടി ആയിരുന്നേന്റെ. അന്നേരം കുറച്ചു നേരം തല ചാച്ചിങ്ങനെ കിടന്നപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് വെള്ളമൊക്കെ കൊണ്ടുവരുമല്ലോ, അതുകൊണ്ടൊക്കെ വന്നു. അതൊക്കെ ഞാൻ എഴുന്നേറ്റൊക്കെ കണ്ടിട്ട് പിന്നെയും കിടന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ചതല്ലായിരുന്നു. ഞാൻ ഫുഡ് എന്റെ വെള്ളം ഉണ്ടായിരുന്നു. എന്റെ വെള്ളം ഇല്ല ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. കാരണം ഇനിയും ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചാൽ പിന്നെ അവിടെ ഇരുന്ന് പിന്നെ വാള് വെക്കുന്നോടെ പേടിയോണ്ട് ഞാനൊന്നും കഴിച്ചില്ല. വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കിടന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വന്ന പോലെ എനിക്ക് തോന്നി. ഒത്തിരി നേരം ഞാൻ അതിന്റെ ഇരുന്നില്ല. കാരണം തൊട്ടടുത്തിരുന്ന ഉമ്മ ആണേലും വർത്താനൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് വീട്ടിലെ ഇതൊക്കെ ചോദിച്ച് എന്നാ പരിപാടി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ചേട്ടച്ചാർക്ക് യൂട്യൂബ് ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ് എല്ലാം കാണിച്ചൊക്കെ കൊടുത്തു, വീഡിയോ ഒക്കെ കാണിച്ചൊക്കെ കൊടുത്തു. എന്നിട്ട് ഇത് കാണുമില്ലോ എന്നത് എനിക്കറിയത്തില്ല, ചിലപ്പോ കാണാതായിരിക്കും, പറയാൻ പറ്റുമല്ലോ. എന്നിട്ട് പെട്ടെന്ന് വന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം പിന്നെ മെട്രോയിൽ കയറി. അവിടുന്ന് നേരെ മെട്രോയിലേക്ക് കയറി. അപ്പൊ ഞാൻ അതിന് മുന്നേ വീഡിയോ ഒക്കെ ഓരോരുത്തരെ കണ്ടപ്പോഴത്തേക്ക് ബസ്സിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയും പപ്പായും കണ്ട ബസ്സിലല്ലേ വന്നേ? നമ്മള് ബസ്സിൽ ചിലപ്പോ ഒരു ബസ്സിൽ കൊണ്ടുപോകും, ചിലപ്പോ അവിടെ തന്നെ നേരെ ചെന്ന് കയറുക, ചിലപ്പോ ബസ്സിലായിരിക്കും കൊണ്ടുപോകുന്നത്. അതുപോലെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആണ്. അവര് മെട്രോയിൽ കയറ്റി കൊണ്ടുവരും, അങ്ങനെ ആയിരിക്കും. ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങി നടന്ന് കുറെ നടക്കാനുണ്ടല്ലേ, കുറെ നടക്കാനുണ്ട്. ഒന്നാമത് ഈ ശബ്ദിച്ചിട്ട് നമുക്ക് കയറ്റി നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണല്ലോ. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് കണ്ടില്ല, ഞാൻ അതിലൊക്കെ ചടിക്കറിങ്ങി പോന്നു. എന്നാ തന്നെ ഏറ്റവും തര ചേച്ചിനെ കാണണം. ഇനി ചേച്ചി ഇറങ്ങി പോകത്തില്ല, വരുമെന്ന് എനിക്കറിയാം. ചേച്ചിനെ കാണണം. ചേച്ചി പുറത്തല്ലേ, എനിക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങണ്ടേ, ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു വേണ്ട ഇറങ്ങാൻ. ചുമ്മാ ഇറങ്ങി പോകാൻ പറ്റില്ല. ചേച്ചിനെ കാണണം. ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഫ്ലൈറ്റിന്റെ PNR അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് എപ്പോ കയറി എപ്പോ ലാൻഡ് ചെയ്യും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ലാൻഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചു, ഡിലേഡ് ആയിരുന്നു, പക്ഷെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ എനിക്ക് അറിയാം ഏകദേശം ഇത്ര സമയം എടുക്കും. അപ്പൊ ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെ എത്തി, പക്ഷെ ആള് വൈഫൈ കണക്ട് ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വൈഫൈ കണക്ട് ആയി, മെട്രോയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഇനി പോരാൻ പറഞ്ഞു. കൂടെയുള്ള ആരെങ്കിലും ഒക്കെ മുമ്പേ നോക്കി വെച്ചേക്കണോന്ന് പറഞ്ഞു. എല്ലാരും ഒരിടത്തോട്ടാണ് പോകുന്നത്, എങ്കിലും നോക്കണോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ്. എമിഗ്രേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഓക്കെ ഇനിയിപ്പോ പോയി ലഗേജ് എടുത്താൽ മതി, ലഗേജ് പോയി എടുക്കാൻ പറഞ്ഞു. അപ്പം ആളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി കേട്ടോ, ഇവളുടെ ഒരു അതായത് കൊച്ചിന്ന് വന്ന പാസഞ്ചേഴ്സ് എല്ലാം പെട്ടിയും കൊണ്ട് പോവുക.
അപ്പൊ ഞാൻ നോക്കി നിൽക്കാം. നമ്മുടെ വീഡിയോ കണ്ടാലറിയാം ഞാൻ അവിടെ വന്നിട്ട് അയ്യോ നമ്മുടെ കൊച്ചു വന്നില്ലേ, എന്റെ കൊച്ചു വന്നില്ലേ. കാരണം അത് വേറെ ലാൻഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് പ്രശ്നമില്ല. ഇത് ലാൻഡ് ചെയ്തു, ലഗേജും കിട്ടി തുടങ്ങി. കാരണം ലഗേജും കൊണ്ട് കൊച്ചി ടു DXP വന്നവരെല്ലാം പോകുക. അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കനെ ഇതെടുത്തു. ഏത് ബെൽറ്റിലാണ് നമ്മുടെ ലഗേജ് വരുന്നതെന്ന് നോക്കി കേട്ടോ. ആപ്പിൽ നോക്കിയപ്പോഴത്തേക്കിന് 6ലാണ് കണ്ടത്. അപ്പൊ ഞാൻ പതുക്കനെ ഇയാളെ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കിന് 4ാമത്തെ ബെൽറ്റിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടോ എവിടെയാടോ ബാഗ് വരുന്നേ, എന്റെ മാത്രം കിട്ടിയില്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ബെൽറ്റ് നമ്പർ 4 കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെത് വരുന്നത് 6ലാ, കൊച്ചു മുമ്പോട്ട് നടക്ക്, 6ൽ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഓടിപ്പോയി 6 ചെന്നപ്പോ ഞാൻ ചോദിച്ചു കൂടെ വന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നിക്ക്, അപ്പൊ വരുമെന്ന് പറഞ്ഞു. അതല്ലേ ചേച്ചി അങ്ങനെ പറഞ്ഞ 6ലാ വരുന്നേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നിൽക്കുക, എന്റെ പെട്ടി കറങ്ങി എന്റെ മുന്നിൽ കൂടെ ഞാൻ ചാടി അവിടെ പിടിച്ചിട്ട് ഭയങ്കര വെയിറ്റ് അല്ലേ, എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ വിട്ടപ്പോ കൂടെ വന്നൊരു ചേച്ചി ചേട്ടനില്ലായിരുന്നോ, 2ാമത് കണ്ട ചേച്ചി ചേട്ടൻ. ആ ചേട്ടൻ അപ്പുറം എന്നെ ഇങ്ങനെ വിളിച്ച് ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു. കുഞ്ഞല്ലേ. അപ്പൊ ചേട്ടൻ തമിഴ്ക്കാരനാ. ചേട്ടനായിട്ടാണ് എനിക്ക് സീറ്റ് നമ്പർ കാണിച്ചു തന്നതും പെട്ടി എടുത്തു തന്നതും എല്ലാം. ചേട്ടൻ എന്നെ അറിയത്തൊന്നുമില്ല, പക്ഷെ അപ്പൊ പരിചയപ്പെട്ടതാ. അപ്പൊ ഒത്തിരി നന്ദിയുണ്ട് ചേട്ടനോട്. ചേട്ടൻ എന്നിട്ട് വിളിച്ച് അവിടെ നിന്നു. പിന്നെ കൊറേ ഇങ്ങനെ ബെല്ലിലല്ലേ കൊറേ നേരം നിന്നിട്ട് ഇത് കറങ്ങി വന്നപ്പോ ചേട്ടനെടുത്ത് എനിക്ക് വിളിച്ചു തന്നു. ട്രോളി മറ്റേ സംഭവത്തെ വിളിച്ചു. എനിക്ക് അത്രല്ലേ അബദ്ധം പറ്റുള്ളൂ. ഞാനും ആതിരയും കൂടാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര കേട്ടോ എന്റെ. അതായത് കൊച്ചി ടു പൂനെയാണ് പോകുന്നത്. അപ്പൊ നമ്മള് ചങ്ങനാശ്ശേരി താമസിക്കുന്ന സമയമാണ്. അപ്പൊ പപ്പ അമ്മയൊന്നും കൂടെ വന്നിട്ടില്ല. അവര് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പൂനെക്ക് ആദ്യം ഒരു വട്ടം ട്രെയിന് പോയി. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പൂനെ ടു കൊച്ചിയാണ് വരുന്നത്. അപ്പം എനിക്ക് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ട്രെയിൻ കയറി ചങ്ങനാശ്ശേരി ഇറങ്ങുക, അതാണ് ഞങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പോയപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി ട്രെയിന് കൊണ്ടുവിട്ടു. പിന്നെ അവിടെ നിന്ന് വെക്കേഷൻ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കൈയൊക്കെ വീശി നടക്കണം. അപ്പോൾ ഞങ്ങൾ ലഗേജ് കുറച്ചൊക്കെ ഞങ്ങൾ പാഴ്സൽ അയച്ചു. എന്നിട്ട് ഇപ്പോൾ ലഗേജൊക്കെ കുറച്ചു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് പാസ്പോർട്ടൊന്നും ഇല്ല, നമ്മൾ നമ്മുടെ ID കാർഡ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് നമുക്കിങ്ങനെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. പിന്നെ ആകെ പാടൊരു ധൈര്യം അവൾക്ക് ഞാനുണ്ട്, എനിക്ക് അവളുണ്ട്, ആ ഒരു ധൈര്യമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ താറാവ് നടക്കുന്ന മാതിരി ചെന്നു, എല്ലാം കിട്ടി. ആദ്യം ബോർഡിംഗ് പാസിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ഇൻഡിഗോന്റെ ഫ്ലൈറ്റിന് ആദ്യം വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ചെന്ന് ചോദിച്ചു ഇൻഡിഗോന്റെ ഫ്ലൈറ്റ് ഇത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കൗണ്ടർ കാണിച്ചു തന്നു. അവിടെ ചെന്നു അവർ ഇതൊക്കെ ചോദിച്ചപ്പോൾ രണ്ടുപേരുടെ ഒന്നിച്ചല്ല ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇടപെടാന്നെല്ലാം നോക്കി ID കാർഡൊക്കെ നോക്കി ബോർഡിംഗ് പാസ് തന്നു. അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നേരെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെന്ന് പറഞ്ഞാൽ മുമ്പേ പോകുന്നവരെന്നാ ചെയ്യുന്നതെന്ന് നോക്കിയായിരുന്നു അവിടെ വരെ ചെയ്തത്. അവിടെ വരെ എല്ലാം ഓക്കെ കേട്ടോ, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസും ഗേറ്റും എല്ലാം സെറ്റായി. നമ്മുടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കുലുങ്ങി പോയിട്ട് ആദ്യ സീറ്റ് കണ്ടെടുത്ത് കയറിയിരുന്നു. ഓക്കെ, ആദ്യം എവിടെയാണോ സീറ്റ് കണ്ട അവിടെ പോയി ഇരുന്നിട്ട് അതിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് കാഴ്ച കൊടുക്കാം. ഞങ്ങൾ സെറ്റായി കേട്ടോ. അവിടെ എല്ലാം സെറ്റായി, ഞങ്ങൾ പോകാൻ റെഡിയായി ഇരിക്കുക. ഇപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് വരും. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, എടാ മോനെ നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണോ വരുന്നത്? കാരണം അത് അപ്പുറം ഇപ്പുറം ഒന്നും കാണുന്നില്ല. ഈ നേരെ വന്ന് അവിടെ അങ്ങ് ഇരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോ, ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയല്ലേ, അപ്പം രണ്ടുപേരും കൂടെ അങ്ങോട്ട് നിൽക്കുന്നു കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇൻഡിഗോയുടെ ബോർഡിംഗ് പാസ് കണ്ടിട്ടില്ല, ബ്ലൂ ആണ് ഇത് വരുന്നത്. എയർ ഇന്ത്യയുടെ വരുമ്പോൾ റെഡ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ വന്നിരിക്കാൻ തുടങ്ങി. ഈ ഇരിക്കുന്നവരുടെ എല്ലാം കയ്യിൽ റെഡായിരിക്കുന്നത്, അതായത് ബോർഡിംഗ് പാസ് റെഡ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത്രയും ബോധമൊക്കെ ഉള്ളൂ കേട്ടോ, ഇത്രയൊന്നും ഇല്ല, അത്രയും ബോധമേ ഉള്ളൂ. അതായത് അത് എയർ ഇന്ത്യയുടെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഇൻഡിഗോന്റെ ആണോ അങ്ങനത്തെ ഒരു ബോധമൊന്നുമില്ല, അത്രയൊന്നുമില്ല. അവരുടെ ഈ റെഡാണ്, നമ്മുടെ ഈ ബ്ലൂ ആണ്. അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, എടാ മോനെ, അതായത് എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ചുമലയല്ലേ, നമ്മുടെ കയ്യിലിരിക്കുന്നത് നീലയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
അപ്പൊ അവള് പറഞ്ഞു അത് ശരിയാണല്ലോ. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഇതാണ്ട് നീല ബോർഡിംഗ് പാസ് പിടിച്ചോണ്ട് കുറെ പേര് വരുന്നു. ഞങ്ങൾ നോക്കുമ്പോ ഇൻഡിഗോ എന്ന് എഴുതിയേക്കുന്ന. അവരിത് എങ്ങോട്ടാ പോകുന്നത്? എന്നാ നമുക്ക് അവരുടെ പുറകെ പോയി നോക്കാന്ന്. അപ്പൊ ഞങ്ങൾ എന്താ പറയാ പതുക്കനെ അവരുടെ പുറകെ പോയപ്പോ അവരിതേണ്ട എസ്കലേറ്റർ ഒക്കെ കയറി മുകളിലോട്ടൊക്കെ പോന്നു. അവരെല്ലാം പുറകെ പോവാ. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ ഈ ഗേറ്റ് നമ്പർ എന്താ സംഭവം അറിയത്തില്ല. സത്യത്തിൽ ബോർഡിംഗ് പാസ് തന്നിടത്തൊന്ന് പറഞ്ഞു ഗേറ്റ് നമ്പർ ഇന്നാന്ന് പറഞ്ഞു. അത് അറിയത്തില്ല, മനസ്സിലായോ? അത് ശരിക്കും ശ്രദ്ധിച്ചില്ല. അപ്പൊ അതെന്താ സംഭവം, അങ്ങനെ ഓരോ ഫ്ലൈറ്റിന്റെ ഇന്ന സ്ഥലത്ത് പോയി ഇരിക്കണമെന്നൊന്നും രണ്ടുപേർക്കും അറിയത്തില്ല. ആദ്യം കണ്ട സീറ്റ് ഞങ്ങളങ്ങ് കയറിയിരുന്നു. പിന്നെ അല്ലാണ്ട് അങ്ങനെയാണല്ലോ അതിന്റെ കടപ്പോശം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ പതുക്കനെ ഇൻഡിഗോവിന് ബോർഡിംഗ് പാസ് പിടിച്ചേക്കുന്ന ആൾക്കാരുടെ പുറകെ ചെന്നപ്പോ അവിടെ 1 2 3 4 5 എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. ഇതെങ്ങനെയാ ഇതിങ്ങനെ കാണുന്നതെന്ന് തോന്നിക്കുമ്പോഴത്തേക്ക് പതുക്കനെ അന്നേരമാണ് ബോർഡിംഗ് പാസ് നോക്കുന്നത്. അപ്പോഴാണ് ഗേറ്റ് നമ്പർ 3 4 എന്നൊക്കെ കാണുന്നത്. അന്നേരം നോക്കിയപ്പോ ശരിയാ, നമ്മുടെ ഫ്ലൈറ്റിന്റെ സംഭവം അവിടെയാണ് വരുന്നത്. എല്ലാവരുടെയും കയ്യിൽ നീലയായിരിക്കുന്നത്. സെറ്റായി. അവിടെ ചെന്നിട്ട് അടുത്തിരുന്ന ആളോട് ചോദിച്ചു ഇൻഡിഗോ കൊച്ചിക്കുള്ളതാണ്. അതെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നിട്ട് അപ്പൊ ഇങ്ങനെയായിരുന്നല്ലോ സംഭവം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും അവത്തം കാണിച്ചാൽ ഞാൻ ചിരിയോ ഞങ്ങള് അത് കൊള്ളാല്ല സെറ്റപ്പ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് കൊച്ചി ടു പൂനെ വന്നപ്പോഴത്തേക്കിന് കുറച്ചും കൂടെ മെച്ചുവേർഡായി. നമ്മള് ചെറുപെടാന്നെല്ലാം ചെയ്യാൻ തുടങ്ങി. കിട്ടി അന്നേരം ഗേറ്റ് ചെയ്തെന്നൊക്കെ നോക്കി അതൊക്കെ നോക്കി ചെറുപെടേന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഒരു പേടിയില്ലാണ്ട് നേരെ പോകുന്നു. ബസ് കയറാൻ പോകുന്ന മാതിരി പോകുന്നു, ഇറങ്ങുന്നു, പോരുന്നു. അങ്ങനെ അപ്പൊ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു അനുഭവമാണ് അല്ലേ? അത് നമുക്ക് എന്താ പറയാ, നമുക്ക് മറക്കത്തില്ല നമ്മൾ ഒരിക്കലും. വേറെ എനിക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെക്കിങ്ങിന് ചെന്നപ്പോഴാണേലും അവിടെ മറ്റേ ബോഡി ചെക്കിങ് അല്ലേ, ബോഡി ചെക്കിങ്ങിന് ചെന്നപ്പോഴാണേലും എന്നോട് വീട്ടിൽ നിന്ന് ചേട്ടായി പറഞ്ഞായിരുന്നു ഇലക്ട്രോണിക്കിന്റെ എന്ത് വസ്തുക്കളുണ്ടായിരുന്നു അത് ഊരി വെക്കണം, ഒരു പിന്നു പോലെ നമ്മുടെ ദേഹത്ത് പാടില്ല എന്ന് പറഞ്ഞ് എല്ലാം ഊരി വെച്ചായിരുന്നു. ഊരി വെച്ച് ഒരു ട്രേക്കകത്ത് ഊരി വെച്ച് അത് വിട്ട് പിന്നെ ബാഗും വിടും. അങ്ങനെ ചേട്ടായി പറഞ്ഞ വിട്ടു. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെന്നത് ലേഡീസിന്റെ ഇതിൽ ചെന്ന് അത് കൊടുത്തു. അപ്പുറത്ത് പോയി നിന്നു. അപ്പൊ ഈ സാധനം വന്നു. എന്നെയും ചെക്ക് ചെയ്ത് ഞാൻ അപ്പുറം ചെല്ലുമ്പോൾ അത് വരും. എന്നിട്ട് അത് അതേപടി വാച്ചൊക്കെ എടുത്തിട്ട് ഫോണൊക്കെ അതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെയും ഞാൻ അവിടെ നിന്ന് പോന്നു. അവിടെ ഒന്നും പേടിയൊന്നും ഇല്ലായിരുന്നു. അവിടെയൊക്കെ എനിക്ക് എളുപ്പം. പക്ഷെ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ പെട്ടി വരണ്ടായപ്പോഴാ പേടിയായി. എടുക്കും. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. കുറെ ദിവസത്തേക്ക് നമ്മൾ കരച്ചില് കൂവിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും.